പിന്നെ ഞാൻ മാർക്കറ്റിംഗ് ഫെയിലായെന്ന് പറയാൻ കാരണം ഇതിൻ്റെ പ്രൊഡക്ഷൻ ഇതൊരു ഭയങ്കര സ്കെയിലുള്ള സിനിമയാണ്, വലിയ സ്കെയിലിൽ എടുത്തിരിക്കുന്ന സിനിമയാണ്. പ്രത്യേകിച്ച് പ്രൊഡക്ഷൻ പാർട്ട്ണർ ജിയോ ആണ്, ഡിസ്ട്രിബ്യൂഷനും ഒക്കെ അവർ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവരൊന്നും വിചാരിച്ചിട്ട് ഈ സിനിമയെ മാർക്കറ്റ് ചെയ്യാൻ പറ്റില്ല. ഇത്രയും പൂറായിട്ടുള്ളൊരു മാർക്കറ്റിംഗ്. ഇതിൻ്റെ പേരാണ് ഈ ദുരന്തർ എന്ന് പേര് കേൾക്കുമ്പോഴത്തേക്ക് പേര് ഇറ്റ്സെൽഫ് ഈസ് ക്രാഷിംഗ് നെയിം എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഈ കോണ്ടന്റുമായിട്ട് ആ ഒരു പേരിന് എത്രത്തോളം കണക്ട് ഉണ്ടെന്ന് എനിക്കൊരു സംശയം തോന്നി. ഇതിനകത്തുള്ള മിഷന്റെ പേരാണ് ദുരന്തർ എന്നാണ് എനിക്ക് കണ്ടപ്പോൾ മനസ്സിലായത്. അതിന് റിയലായിട്ടും ഈ മിഷൻ ഇങ്ങനെയാണോ പേരെന്ന് എനിക്കറിയത്തില്ല. പിന്നെ നിരാശയെന്ന് പറഞ്ഞാൽ ഒരൊറ്റ തിയേറ്ററാണ് ഈ സിനിമ കിട്ടിയത്. ഞാൻ കുറച്ചും കൂടെ നല്ല ഡോൾബി അറ്റ്മോസ് സൗണ്ടൊക്കെ ഉള്ളൊരു തിയേറ്ററിൽ തന്നെ അത് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സിനിമയാണ്. അങ്ങനെ തന്നെ കാണണമെന്ന് ആഗ്രഹിച്ചാണ്, പക്ഷേ നടന്നില്ല. 7.1 അത് ഈ PVR വലിയ ഗംഭീര സ്ക്രീൻസ് എന്നൊക്കെ പറയുന്നത് IMAX ആയിരുന്നാലും അവിടത്തേക്ക് സൗണ്ട് വളരെ പൂറായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം അതിനേക്കാൾ ഗംഭീരമായിട്ടുള്ള അറ്റ്മോസ് ടോപ്പിലുള്ള സെറ്റ് ഓഫ് RI സ്പീക്കേഴ്സ് ഒക്കെ ഉള്ള, അതായത് റിയൽ അറ്റ്മോസ് എന്ന് പറയുന്നത് അതാണ്. അതായത് 360 ഡിഗ്രിയിൽ, അതായത് സ്പേഷ്യൽ ഓഡിയോ എന്നൊക്കെ പറയുന്നതാണ്, കംപ്ലീറ്റ് സ്പീക്കേഴ്സ് സറൗണ്ട് ചെയ്താൽ മാത്രമേ അറ്റ്മോസ് എന്ന് പറയുന്ന സൗണ്ട് എഫക്റ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള നല്ല സ്ക്രീൻസ് ലോക്കലി തന്നെ അത്ര നല്ല ഗംഭീരമായിട്ടുള്ള സ്ക്രീൻസ് ഇപ്പോൾ ഉണ്ട്. അപ്പോൾ അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് PVR എനിക്ക് വലിയ സംഭവമായിട്ടൊന്നും തോന്നിയിട്ടില്ല. പിന്നെ ഒരു ചെറിയ സ്ക്രീനിലാണ് കാണാൻ പറ്റിയത്, ഒരു 2K സ്ക്രീൻ കണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു. ഒരു 4K സ്ക്രീനിൽ പോലും ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല. അതും ഭയങ്കര നിരാശ ഉണ്ടാക്കി. പിന്നെ ഒരു നിരാശ തോന്നിയെന്ന് പറഞ്ഞാൽ ആറ്റിങ്ങൽ ഡ്രീംസ് തിയേറ്ററൊക്കെ ഉണ്ട്, നല്ല ഗംഭീര ഡ്രീംസ് ആയിരുന്നാലും ഗംഗ ആയിരുന്നാലും അറ്റ്മോസായിട്ട് അപ്ഗ്രേഡ് ചെയ്ത തിയേറ്ററാണ്. അപ്പോൾ അങ്ങനെയുള്ള നല്ല സ്ക്രീൻസ് ഒന്നും എന്തുകൊണ്ട് ഈ സിനിമ എടുത്തില്ല എന്നുള്ളൊരു നിരാശയും ഫീൽ ചെയ്തു.